എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട് വരാം. തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു, അവനി. അവനിവിടെ വന്നാൽ നീ ഊട്ടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടുതലാട്ടോ. തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു നാറിയനെ കുടിപ്പിച്ചേ. അവന് പൈന്റ് പൊട്ടിക്കന്നാ. ഉലക്ക ഉലക്ക. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിലെടുക്കുന്ന ഇൻസ്ട്രുമെന്റ്. അതുകൊണ്ട് ഉറ്റണോ? പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിലിരിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? താൻ ചത്തോ? മോന്റെ കൂടെ തന്തനെ പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലത് തികട്ടി വരും. സോറി ആശാനെ, റിയലി സോറി. ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കഴിഞ്ഞു. അച്ചൂട്ടം വീണ്ടും വാക്കേറ്റിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും. അതുകൊണ്ട് ലാപ്പാൻഡ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലടാ, കണ്ടോ? എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ്. അല്ലടാ? സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചട്ടിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വര. കാശി ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കും. അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തല മെസ്സേജ മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് 2,50,000. ഓക്കെ, വരൂ. സാറേ, ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലല്ലോ. എന്നെ വെക്കോളൂ, കുറവാണ് തരില്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ച വകയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന്റെ പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്. മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നെ. നട്ടല്ലേ പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ. ഈ കോട്ടൊന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സാറന്മാരെ, നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. പൂമേടை വാസം പൊങ്കും തേന. നിർത്തി നിർത്തി നിർത്തി. സത്യം പറയണം, നിങ്ങൾ ആരാ? ഞാൻ പറയാച്ചോട്ടാ, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മ വിദ്യാലയ സഹോദരൻ അച്ചോട്ടൻ. അറിയാമോ, നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന അത് നമ്മുടെ വിഷമമാകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി.
ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടെന്ന്. ചില തെണ്ടികൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങൾ മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ ആ അണ്ണൻ, ആ പരമ നാറി തെണ്ടി ചെറ്റ ആഭാസ അട്ടാസൻ തെമ്മാടൻ, അവൻ കൊണ്ടുപോയതാ. ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പിറപ്പായി? പറ, എങ്ങനെ കൂടെ പിറപ്പായെന്ന്? അവന് കണ്ടു കഴിഞ്ഞാ കുരിക്കേറ്റ് അമ്മ, അച്ഛ, അമ്മായി, അമ്മ വാ. ഇങ്ങനെ ഇടിക്കുന്ന, ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അച്ചുവട്ടം വിഷമിക്കണ്ട. ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി അടക്കുന്ന എനിക്കെന്തിനാ വീട്? പിന്നെ ഒരാഗ്രഹമുള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം. അത് നാട്ടുകാർ ചെയ്തോളൂ. അച്ചുവട്ട ഇത് പിടിക്ക്. എന്താ? അതൊന്നും പറഞ്ഞ പറ്റില്ല. എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇറ അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന്. കൊടുത്താ? ആ, എപ്പോ കൊടുത്ത്? ഇത് രാവിലെ. അച്ചുവട്ടൻ എങ്ങനെ കാശ് കിട്ടി? ഓ, അതൊക്കെ ഒപ്പിച്ച്. സന്തോഷായ അച്ചുവട്ട. ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. ആ, കാണാം. ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. അമ്മേ, എന്റെ ബോഡി കൊണ്ടുപോവാൻ എന്റെ വണ്ടി വന്നു. എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടം കൊടുത്ത് തീർത്തടാ? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ടൻ സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു. ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ. അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിന് ഇടിയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ഛൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ. ആണ്. ആ, അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തുതരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എല്ലാം കിട്ടിയോടാ? എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? ശിവകാശി അച്ചോട്ട് നേരെ വീട്ടിലേക്കാ വന്നത്. ഞങ്ങൾ നാളെ വന്നോളന്നോട്ട് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി. നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമൊഴിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ശരിയാ. ചന്ദ്ര, അതെ അപ്പു ഇവിടെ ഉണ്ട്. എടാ, ബാലി സുഗ്രീവൻ 1000 എണ്ണം അടിച്ചില്ലേ? എന്താടാ? മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. മസിൽ പിടിക്കാതെ ലൂസാക്കിയിടൂ. സബാഷ്. ഈ കിഷ്കിന്താപുരി ഏത് ബാലയിലാന്ന് പറയാമോ? കിഷ്കിന്താപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ. ഒരു
വാ നമുക്കറിഞ്ഞൂടെ? അമ്മേ! 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 അമ്മേന്ന് ശരിക്കും വിളിച്ചു. സംഗതി എല്ലാം പുറത്തൊന്നു നോക്ക് ചന്ദ്ര. അകത്തെ ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. எதுக்குடா உன் டிபார்ட்மெண்ட்? உன்னால முடியலன்னா ஏகிட்ட சொல்லு. என்னோட பசங்களை அவனை கொலை பண்ணிட்டு வருவேன். பெரிய போலீஸ் ஆபீசர். தூ. ആരാ? CI അൻവരസൻ ഫ്രം പൊള്ളാച്ചി. എസ് ഐ ശ്യാമളൻ മങ്കര ഇപ്പോൾ ലീവ് എടുത്ത് ആക്ടിങ്ങില്ല. புருஷன் பொண்டாட்டி வாழ்க்கை எப்படி இருக்கு? சந்தோஷமா இருக்கா? ஆனா இனிமே அப்படி இருக்காது. ആള് മാറിപ്പോയി. അയ്യോ വേണ്ട. ആള് മാറി കൈവച്ച് ഇവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ. കൂമ്പ് കലങ്ങി പോവും. പൊട്ടന്റെ ഇടിയെന്ന് കേട്ടിട്ടില്ലേ? എന്റെ അനിയനെ ഞാൻ തല്ലും. ഒരു തെണ്ടി ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ. ഓയ് രണ്ടുപേരെയും തൂക്കി ഉള്ള പൊട്ടുവേ റാസ്കൽ. സാറേ വെറുതെ വടി കൊടുത്ത് അടിമേടിക്കല്ലേ. ഈ മിണ്ടാപ്പോച്ചുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് കയറി കല ഉടയ്ക്കും. സാറിന് എന്നെയല്ലേ ആവശ്യം? നമുക്ക് പോവാം സാറേ. സാറ് വാ. ജന്മഴി കവലപ്പെടാതെ ഞാൻ സീക്കിരം തിരുമ്പി വരുവേ. പോലെ സാർ. அவரு எத்தனையோ வாட்டி ஜெயிலுக்கு போயிருக்காரு. வெற்றியோட திரும்பி வந்துருவாரு. அதனால எனக்கு கவலை இல்லப்பா. എന്താ മോളെ? അച്ചു വേഗം വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അളിയ വിശ്വംബറിന്റെ കടയെത്തുമ്പോ ഒന്ന് നിർത്തണേ. ഒരു സോഡ ഒടിച്ചിട്ട് പോവാ. പെട്ടെന്ന് പോ. ലോഡിങ് രണ്ട തടയും. ദേവലോകത്തിന്ന് റാലിയാ? അയ്യോ. അച്ചു, സന്താനഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെ ഒരുപാട് ഞാൻ ചികിത്സിച്ചു. ഫലം ഉണ്ടായില്ല. പക്ഷെ ഈശ്വരൻ മറ്റൊരു രീതിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് കരുതിയാൽ മതി. നിങ്ങളുടെ തറവാട്ടിൽ ഒരു ഉണ്ണി പിറക്കാൻ പോകുന്നു. എന്തേ
കഷ്ട, ഇതിന്റെ പേരറിയാൻ പാടില്ലല്ലേ മോനെ? ഇത് പേരിടാത്ത ഒരു മൃഗമാണ്. തൽക്കാലം ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചോളൂ. അയ്യോ വേണ്ട വേണ്ട, അതെന്റെ അച്ഛന്റെ പേരാ. അപ്പൊ കറക്റ്റായി. പുള്ളിക്കാരൻ മദ്യപിച്ച 4 കാലില്ല. എടാ, നീ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ് അക്ഷരം അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കും. പാല് കുടിക്കാം. വേഗം കുടിച്ചേ. നാളെ അപ്പു വരുന്നതിന്റെ സന്തോഷത്തിലാവള്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പഴയതുപോലെ അവൻ വരുമ്പോ നീ വഴക്കുണ്ടാക്കാൻ നിന്നാൽ അവരവരുടെ കൊച്ചിനെ എടുത്തോണെങ്കിൽ പൊള്ളാച്ചിക്ക് പോകും. അല്ലേലും അച്ചോട്ട് മൂക്കത്തല്ലേ ശുണ്ടി. ഒരു ചെറിയ കാര്യം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ. ആ, അങ്ങനെയാണേ കൊള്ളാം. നിങ്ങൾ വിട്ടോ, ഇവിടെ അടുത്തല്ലേ. ഞാനും അച്ചു അങ്ങ് എത്തിക്കോളാം. ഓക്കെ ബൈ. ബാല കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞിട്ട് മതി. അച്ചു കാശ് വാങ്ങിക്കാൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. ആ സമയത്ത് നീ ഫീസ് ഊരിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓ, ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമല്ലോ. മനുഷ്യനെ കൊണ്ട് സോഡയും കുടിപ്പിക്കില്ല. അങ്ങോട്ട് മാറി കെടുക്കുമ്പേ. എടാ, നീ ഇത് 3ാമത്തെ സോഡയാ കുടിക്കുന്നത്. ഗ്യാസ് കയറിയാൽ പിന്നെ ശിവന് താണ്ഡവം പാടാൻ പറ്റിയില്ല. ഗ്യാസിന് കയറാറിയെങ്കിൽ ഇറങ്ങി പോകാനുള്ള വഴി അറിയാ. ആശാസനെ പാടുനോക്ക്. അളയ ശിവ, ഒരു ബീഡിങ് എന്ന് താരക്ക് തീ പിടിച്ചാലേ ഭീഷ്മര് പിന്നെ കരിഞ്ഞോൽക്കരനായി പോവും. എന്നാ സൂക്ഷിച്ചു വലിക്ക്. അളയ വിഘ്നകത്ത് പാൻ കയറും. ഭയങ്കര കടി. ലേഡീസ് വിഗാനും കയറും. എന്താണ് ഇത്? വേഷം തീർന്നു പറഞ്ഞ ഒറ്റയ്ക്കാ കുടിക്കുക. ഒഴിക്കടായിരിക്കും. എനിക്കും ഒഴിക്കും. 2 പക്കൂതി അവിടെ വേണം. അടുത്ത സീനിൽ മാറണ്ട. എന്റെ കോസ്റ്റ്യൂംസ് എടുക്കാൻ മറന്നുപോയി. വാഷ് ചെയ്യാൻ കൊണ്ടുപോയതാ. നമ്മുടെ റൂമിൽ ഇരിപ്പുണ്ട്. എടാ, അടുത്ത രംഗത്തേക്കല്ലേ. നീ ടെൻഷൻ ആവണ്ട. വേഗം പോയി എടുത്തു വന്നാ മതി. ചെല്ല്.
ഭരതനും പ്രകാശനും സാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രം പാവം നമ്മുടെ അച്ചുവേട്ടൻ ലോക്കപ്പിലായത്. കണ്ട കാര്യമേ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളൂ. ബലാത്സംഗ ശ്രമത്തിനിടയ്ക്ക് തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോരാത്തതിന് അച്ചു ആണെങ്കിൽ നല്ല വെള്ളമായിരുന്നു. ഇവനൊക്കെ കള്ളു ഒടിച്ചു കഴിഞ്ഞാൽ എന്ത് പോക്കത്തിലും കാണിക്കും. എന്തായാലും അച്ചു അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കൂടപ്പിറപ്പിനോട് സ്നേഹമില്ലാത്തവൻ പിന്നെ എങ്ങനെയാ അവന്റെ ഭാര്യയോട് സ്നേഹം കാണിക്കുന്നത്? സ്നേഹിക്കാൻ പോയതാ ഇപ്പൊ കുഴപ്പമായത്. 14 ദിവസത്തേക്കാ റിമാൻഡ് ചെയ്തേക്കണത്. അച്ചുവേട്ടൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞോളൂ. അല്ല, ശവദാഹം എപ്പോഴാ? അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് മാറുന്നേ. അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ജീവനെന്തോ ഉറപ്പാ. റിമാൻഡ് കഴിഞ്ഞാൽ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. നല്ല വക്കീലാണെങ്കിൽ തൽക്കാലം ജാമ്യത്തിൽ ഇറക്കാം. നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കണം. അവൻ പുറത്തിറങ്ങണം. അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല. അത് ഞാൻ കിടന്നോളാം, അവനെ കൊന്നിട്ട്. അച്ചുവല്ലേ? എന്നെ മനസ്സിലായോ അച്ചുവിന്? കുട്ടിക്കാലത്ത് കണ്ടതല്ലേ? ജോർജിൻ മാധവപ്പണിക്കരുടെ പെങ്ങളാ. ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായി. നിന്റെ കഥകളൊക്കെ കേട്ടപ്പോ നിന്നെ നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ചില സത്യങ്ങൾ നിന്നെ അറിയിക്കണമെന്ന് തോന്നി. ഈ അവസ്ഥ നിന്നെ കാണേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നും ചെയ്യാത്ത തെറ്റിനാണ് നീ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നീ ജയിലിൽ പോയതും അങ്ങനെ തന്നെയാ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും എന്റെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ആ സത്യം നീ അറിയണം. ഇതുവരെ ആരും അറിയാത്ത ചില കാര്യങ്ങളാ അന്ന് നടന്നത്. ഞാൻ പറയുന്നു ഒന്നും പറയണ്ട. സൊസൈറ്റിയുടെ ഭൂമിയാ നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണയപ്പെടുത്തിയിരിക്കുന്നത്. നാളത്തെ കരയോഗത്തിലെ ഞാൻ സത്യം മുഴുവൻ തുറന്നു പറയും. സംഗതി കേസുവാ. നിങ്ങൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അളിയൻ എങ്ങനെ പറയരുത്. അളിയൻ പെങ്ങളെ ഓർത്തെങ്കിലും എന്നെ രക്ഷിക്കണം. നിങ്ങളെ രക്ഷിച്ച ഞാൻ കൂടി കളനാവും. ചേച്ചിയും ഭർത്താവും എന്നുള്ള കാര്യമൊന്നും ഇക്കാര്യത്തിലില്ല. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു മാറ്റവും അയ്യോ അയ്യോ എന്നെ വേഗം ആശുപത്രിയിലെത്തി. നമുക്ക് കൊണ്ടുപോകാൻ ഒന്ന് പിടിക്കേ. നീ കരയോഗത്തിലെല്ലാം വിളിച്ചു പറഞ്ഞ് എന്നെ ജയിലിൽ കെട്ടാൻ പോവല്ലേ? ആരും രക്ഷിക്കാനില്ലാതെ നീ ഇവിടെ കിടന്ന് ചോര ഒലിച്ച് ചാക്. ഞാൻ ജീവനോടൊട്ടക്കി നിന്റെ എല്ലാ കളത്തിലും പുറത്തു കൊണ്ടുവരാ. അതിന് നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലടാ നായ. അയ്യോ വേണ്ട വേണ്ട.
മനുഷ്യന്റെ ഭീഷണിയുടെ പേരിൽ എനിക്കും ആ സത്യം മറച്ചു വെക്കേണ്ടി വന്നു. എന്നാലും ഈശ്വരൻ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. ഒരു ദൈവശാപം പോലെ അങ്ങേര് വിഷം തീണ്ടിയല്ലേ മരിച്ചത്. എന്റെ ആങ്ങളയുടെ മരണത്തിന് കാരണം എന്റെ ഭർത്താവാണെന്ന സത്യം ആങ്ങളയുടെ മകനെ കൂടെ അറിയിക്കണമെന്ന് തോന്നി. അതിനുള്ള ധൈര്യം ഇപ്പോഴാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു. കൂട്ടുകൂടി നടക്കുമ്പോ പലപ്പോഴും പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും മനസ്സിലെ പക ഇടയ്ക്കൊക്കെ ഇങ്ങനെ നീറി നീറി വരും. അതുകൊണ്ട് അവന്മാരെ തമ്മിൽ തല്ലിക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. ഈ അച്ചുവിന്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലെ കാശടിച്ചു മാറ്റിയത് ആരാ? ഞാനാ. ഞാനാടാ. അതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മിൽ തല്ലി ചാവൂന്നാടാ കരുതിയത്. പക്ഷെ നടന്നില്ല. പിന്നെ ഒരവസരം ഒത്തു വന്നപ്പോ മറ്റവളെ പഴയൊരു മോഹം കൊണ്ട് കയറി പിടിച്ചതാടാ. അല്ലാതെ തേൻമൊഴിയെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലടാ. അതേതായാലും ഉപകാരപ്പെട്ട്. ഇനി ഇതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മി തല്ലി ചത്തോളും. നീ കണ്ടോ? അപ്പോ തേൻമൊഴിയെ കൊന്നിട്ട് ഈ പൊട്ടന്റെ കലി അടങ്ങിയിട്ടില്ല. ഇനി നിന്നെ കൂടെ കൊല്ലുന്ന ഇവൻ പറയുന്നത്. തല്ലി കൊല്ലടാ ഈ പട്ടിയെ.
പിടിച്ചു മാറ്റണം. പിടിച്ചു മാറ്റാൻ. ശിവ, വെട്ടി കൊല്ലണ ഇവനെ. കൂടാണെന്ന് ആപ്പടിച്ച് കയറ്റിയ ആരും അറിയില്ലെന്ന് കരുതിയോടാ റാസ്കൽ. ആദ്യമായിട്ടാ ഞാൻ ഇടിച്ചിട്ട് എന്നെ ഒരാൾ തിരിച്ചിരിക്കാത്തത്. താങ്ക്സ് എടാ. നിന്നെ ഞാൻ നല്ലൊരു സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കും. പോട്ടെ അണ്ണ, പോട്ടെ തമ്പി. കമേണ്ട. എന്നും നന്മയും ന്യായമൊക്കെ നിന്റെ ഭാഗത്ത്. അതുകൊണ്ട് നീ നല്ലവനാ. ഞാൻ ഫ്രോഡാ. എന്റെ മോൻ നല്ലവനായിട്ട് വളരും. നല്ലവനായിട്ട് വളരണമെങ്കിൽ ഇവൻ നിന്റെ മകനായിട്ട് വളരും.
ഞാൻ വരും പിന്നെയും പഴുതുപോലെ നിന്നോട് വഴക്കൂടാൻ. പോട്ടേടാ പൊട്ട.